ഇന്ന് മെയ് 10-ാം തീയതിയാണ്. മുജാഹിദുകൾ മംഗലാപുരത്ത് ഒരു മുഖാമുഖ പരിപാടി നടത്തുന്നുണ്ട്. ഞാനൊരൊറ്റ ക്ലിപ്പ് മാത്രം കേൾപ്പിച്ചു തരാം. മുജാഹിദുകൾ എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ പറ്റിക്കുന്നതെന്ന് അതിലൂടെ തന്നെ ചിന്തിക്കുന്നവർക്കും ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാൻ എമ്പാടും ഉദാഹരണം ഉണ്ടാവും. ഇത് അല്ല പറഞ്ഞതാണ്. അല്ലാഹു അല്ലാത്തവർ ആരെ വിളിച്ചാലും ലാ ബുർഹാന ലഹു ബിഹി, അവനത് തെളിവില്ലാന്ന് അല്ല പറഞ്ഞാൽ പിന്നെ അള്ളാനെ വെല്ലുവിളിക്കാൻ നമ്മളായിട്ടില്ലല്ലോ. മൗലവി ഉറക്കെ ഓതിയ ആയത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ, അതിനർത്ഥവും നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ആ കൂടിയിരിക്കുന്ന മുജാഹിദുകളും ഇയാളുടെ അനുയായികളായിട്ടുള്ള മുജാഹിദുകളും ഈ ആയത്തിന്റെ അർത്ഥം അയാൾ വെച്ചതുപോലെ നല്ല വിചാരിച്ചത്. അതായത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഇസ്തിഗാസ നടത്തിയാൽ ഷിർക്കാണ്, സുന്നികളൊക്കെ നടത്തുന്ന ഇസ്തിഗാസ ഷിർക്കാണ്, അതുകൊണ്ട് സുന്നികൾ മുശ്രിക്കാണ് എന്നാണല്ലോ മനസ്സിലാക്കിയത്. അങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിച്ചത്. എന്നാൽ അയാൾ അത് കൃത്യമായ അർത്ഥം വെച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ കൃത്യമായൊരു അർത്ഥം വെക്കാൻ അയാൾ വന്നു, പക്ഷെ അയാൾ എന്തായില്ല, തന്ത്രപൂർവ്വം അത് ഒഴിഞ്ഞു മാറുക ചെയ്തത്. നമുക്കൊന്ന് നോക്കി വെക്കാം, വേർഡ് ബൈ വേർഡ് അർത്ഥം വെക്കാട്ടോ. വമൻ യദ്ഉ, ഒരുത്തൻ യദ്ഉ ദുആ ചെയ്യുന്നു, മഅല്ലാഹി അള്ളാഹുവിന്റെ കൂടെ, ഇലാഹൻ ആഖറ മറ്റൊരു ഇലാഹിനോട് എന്തായിരുന്നു ദുആ ചെയ്യുന്നു. ഈ ഇലാഹ് എന്നുള്ള വാക്കുകൾ കണ്ടതുപോലുമില്ല, മനഃപൂർവ്വം മറച്ചു വെച്ചു. ആ ഇലാഹ് എന്ന വാക്കിന് അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ സുന്നികളെ മുശ്രിക്കാക്കാൻ പറ്റൂല. കാരണം എന്താണ്? സുന്നികളുടെ വിശ്വാസം എന്താണ്? അള്ള മാത്രമേ ഇലാഹുള്ളൂ എന്നാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഇവിടെ പറഞ്ഞതോ, ആയത്തിൽ പറഞ്ഞത് എന്താ? അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളെ കുറിച്ചാണ് പറഞ്ഞത്. വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, മറ്റൊരു ഇലാഹിനെ അള്ളാഹുവിന്റെ കൂടെ ദുആ ചെയ്യുന്ന ആളുകൾ. എത്ര കൃത്യമായിട്ടാണ് ആൾക്കാരെ വഞ്ചിച്ചത്. ആ കാര്യത്തെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഇസ്തിഗാസ ചെയ്യുന്നതിന്റെ ആളുകളുടെ മേലേക്ക് എന്നിട്ട് മൂപ്പര് അർത്ഥം വെക്കുന്ന തരാം, ആരെ വിളിച്ചാലും. അപ്പൊ മൗലവിയേന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതും ശിർക്കാ. അള്ളാഹ് നിങ്ങൾ പറഞ്ഞ പ്രകാരം ആരെ വിളിച്ചാലും നിങ്ങൾ അർത്ഥം വെച്ച്, അപ്പൊ പിന്നെ മൗലവിയേന്ന് വിളിച്ചാൽ അതും ശിർക്കാവൂലേ? എന്തിനാ മൗലവിമാരിങ്ങനെ പച്ചക്കളവ് അള്ളാഹുവിന്റെ ദുനിയാവിലെ അള്ളാഹു തന്ന വെള്ളവും അള്ളാഹു തന്ന ഭക്ഷണവും കഴിച്ചിട്ട് ഈ ആളുകളെ മുന്നിലിരുത്തിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കാത്തൊരു സമൂഹത്തെ കുറിച്ച് പറഞ്ഞതിനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും പ്രവാചകന്മാരും അള്ളാഹുവിന്റെ അടിമകളാണ് എന്നും അവരൊക്കെ നമ്മൾ ഇസ്തിഗാസ നടത്തിയാൽ ഉത്തരം കിട്ടാനുള്ള കാരണക്കാർ മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ എങ്ങനെ ഓതാൻ നിങ്ങൾക്ക് എങ്ങനെ തൊലിക്കെട്ടി വരുന്നത്? ഈ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി മുജാഹിദുകൾ എത്രത്തോളം ക്രൂരമായിട്ടാണ് മുസ്ലിം സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ.